ഹായ് ഹലോ നമസ്കാരം. പൊന്നാക്കാരൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചർച്ചകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു BJP-യുടെ പ്രവർത്തിക, അതായത് അവർ അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ വിളിച്ചപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് കിട്ടിയ ഒരു അഠാർ മറുപടിയാണ് ഇന്ന് നമ്മൾ വിഷയമാക്കിയിട്ടുള്ളത്. അതായത് രാഷ്ട്രീയത്തെ പറ്റി നല്ല അറിയുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തെ പറ്റി ശരിക്കും മനസ്സിലാക്കിയ, അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിവുള്ള, നല്ല ഒരു എന്താ പറയുക, രാഷ്ട്രീയത്തെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ജ്ഞാനമുള്ള ആ ചേച്ചി പറഞ്ഞ വാക്കുകളാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ BJP-യുടെ ഭരണത്തെക്കുറിച്ചും BJP-യുടെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ കുറച്ച് ഓഡിയോ റെക്കോർഡിംഗ് ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആ ഭാഗം കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിച്ചിട്ട് വരാം. BJP-യുടെ ഓഫീസാണ് വിളിക്കുന്നത്. സുലോചന എന്നാണോ ചേച്ചിയുടെ പേര്? പറയൂ. ഓക്കെ, ചേച്ചിക്ക് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടി പേയ്മെന്റ് വന്നതാണോ? വന്നിരുന്നു. ഓക്കെ ചേച്ചി, നമ്മളിപ്പോ ഇലക്ഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ. ചേച്ചിക്ക് ഇപ്പൊ BJP ഭരണത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ? BJP ഭരണം, ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ. മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല, യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കും. അപ്പോ ജോലിയില്ല, പിന്നെ ഉള്ള പൊതുമേഖല കംപ്ലീറ്റ് അതെനിക്ക് അംബാനിക്ക്. അതായത് BJP-യുടെ ഭരണം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഭരണം? നിങ്ങൾക്ക് കിസാൻ പദ്ധതി നിന്ന് കാശ് കിട്ടിയോ? അപ്പൊ ചേച്ചി പറയുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്, കാശ് കിട്ടി. പിന്നെ ഭരണത്തെക്കുറിച്ച് ആ ചേച്ചി പറയുന്നത് ജോലി ഇല്ല, ആളുകൾക്ക് ജോലിയില്ല, എത്രയോ അവസരങ്ങളുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്, ഇതൊക്കെ ഒന്നും കൊടുക്കുന്നില്ല, ജോലി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പറയുന്നത് അതായത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അംബാനിക്കും അദാനിക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായ കാര്യങ്ങളാണ് ആ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വളരെ വ്യക്തമായിട്ടാണ് ആ ചേച്ചി ഓരോ പോയിന്റ് അടിസ്ഥാനത്തിലാണ് ആ ചേച്ചി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ബാക്കിയുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ കേട്ടിട്ട് വരട്ടെ. വളരെ സത്യസന്ധമായിട്ടാണ് ചേച്ചി പറയുന്നത്. നല്ല എന്താ പറയുക, നല്ല ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പോയിന്റ് കൊടുക്കണേ. ലാസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചത്. നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിന്റെയും ഗ്യാസിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച്. ഇനി നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഉടനെ വില കൂട്ടും. 50 രൂപയ്ക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞാണ്. ഇപ്പൊ 110 രൂപ അടുപ്പിച്ചായി. ഇതിലൊന്നും പറയാനില്ലേ? അതൊന്നും നിങ്ങൾ എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് വിളിച്ചതല്ലേ, ഒരു മറുപടിയും കൂടെ പറയും. ആളുകൾക്ക് കട്ട് ചെയ്തിട്ട് പോവല്ലേ നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെന്നെങ്കിലും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കട്ടിയിട്ട് എന്തെങ്കിലും പോവില്ലേ ചേച്ചി? നമ്മൾ മുമ്പത്തെ ഭരണമാണെങ്കിൽ ഇങ്ങനെയൊന്നും വന്നിട്ടില്ലാന്ന് ചേച്ചി നല്ല ഉറപ്പുണ്ടോ? എല്ലാ കാര്യത്തിലും ചേച്ചി കറക്റ്റായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ചേച്ചിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത്രയും ഭീകരമായിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥയില്ല. 10 ലക്ഷം തൊഴിൽ ഒഴിഞ്ഞു കിടന്നിട്ട് പൊതുമേഖലയില് 10 ലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴില് റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് മോക്കറിയോ? അങ്ങനെ ഒഴിവാക്കപ്പെട്ടു. ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്നത്? കള്ളപ്പണം വെളുപ്പിച്ച് ആ പൈസ ഓരോരുത്തരുടെ അക്കൗണ്ടിലും ഇടുന്നു പറഞ്ഞു. ആരെങ്കിലും അക്കൗണ്ടിൽ പൈസ കിട്ടിയോന്നാണ് ചോദിക്കുന്നത്. മോളെ ഈ വിളിക്കുന്ന ഈ BJP-ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് വിളിക്കുന്ന ഈ BJP-യുടെ പ്രവൃത്തിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ എന്നപ്പോൾ ഇല്ലാതാ പറയുന്നത്. ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും കൊടുക്കാതെ റദ്ദാക്കി പോകേണ്ട വന്നിട്ടുണ്ട്. അതറിയോന്ന് ചോദിച്ചു, അതറിയില്ലെന്നാ പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ ചോദിക്കുന്ന ആ പെൺകുട്ടിക്ക് തന്നെ ധാരെ ഞാൻ വിളിച്ചെന്നാലേ ആയിപ്പോയി. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ടപ്പ വെച്ചിട്ട് മറുപടിയാണ്. അപ്പൊ ഒന്നും പറയാനില്ല, ഒന്നും ചോദിക്കാനുമില്ല, ഒന്നും പറയാനുമില്ല. ആകെ എന്താ പറയാ, പെട്ടുപോയൊരവസ്ഥ. എല്ലെങ്കിലും എന്തിനാണ് ഇതൊക്കെ? എന്താ ഇവര് പ്രവർത്തനം നോക്കുക? ആളുകളെ ഇതുപോലെ
എന്താ പറയുക, ഒരു ബ്രെയിൻ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ വിളിച്ച് അവരെ നിരന്തരം വിളിച്ച് അവരെ സംസാരിച്ച് വോട്ട് നേടിയെടുക്കാനൊക്കെ ഉള്ള ആളുകളങ്ങനെ സെറ്റായിട്ട് ഇവരെ സൈബർ വിങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്താ ഇപ്പൊ ഇവരൊക്കെ അവസ്ഥ? ഇവരനല്ലേ ഭരിക്കുന്നത്, പിന്നെ എന്തിനാ ഇവർക്ക് പേടി? ഞാൻ അതാലോചിക്കുന്നത്. ഇവരാണ് ഭരിക്കുന്നത്. ഇവരത്തരം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ല വികസനങ്ങൾ കാഴ്ചവെച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ എന്തിനാണ് ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനൊക്കെ നിൽക്കുന്നത്? നല്ലത് ചെയ്താൽ ഒന്നും പേടിക്കാതെ ധൈര്യമായിട്ട് പോയി നിൽക്കുക. അപ്പൊ ഷാഫി പറമ്പിലിന്റെ കാര്യം എടുത്തൊക്കെ, ഷാഫി പറമ്പിലിന് ഇത്രയും ധൈര്യം ഊർജ്ജം എന്താണ്? അദ്ദേഹം നല്ലതേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഞാനൊരു ഉദാഹരണം പറയണ്ട, ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു ഉദാഹരണം പറയണം. അതുപോലെ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. നല്ലത് ചെയ്താൽ അവർക്ക് ആർക്കും പേടില്ല. അവർ എവിടെ പോയാലും നിന്നാലും അവർ ജയിക്കുന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ നല്ലത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് അത് അവരോടൊപ്പം ഒരു വിശ്വാസം ഉണ്ടാവും. ഇവിടെ നിർത്തിയാലും നമ്മൾ ജയിപ്പിച്ചു തരും, നമ്മൾ ജയിപ്പിക്കണം, കാരണം നമുക്കിവിടെ നമ്മളെ ആ മണ്ഡലത്തിന് വികസനങ്ങൾ കിട്ടും എന്നുള്ളത് ആർക്ക് തോന്നണം? അവിടുത്തെ ജനങ്ങൾക്ക് തോന്നണം. അത് തോന്നണമെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യണം. അല്ലെങ്കിൽ നല്ലത് ചെയ്യാതെ മാളത്തിൽ പോയിരുന്നിട്ടും ഇനിയിപ്പോൾ മാളത്തിലൊക്കെ പോയിരിക്കലൊക്കെ ഉണ്ടാവും, അത് വേറെ. ഇതുപോലെ ഫോണും കൊടുത്ത് അല്ലെങ്കിൽ കാശും കൊടുത്ത് ഫോൺ വിളിച്ച് ഓരോ വീടാന്തരം കയറി പെണ്ണുങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്, സ്ത്രീകളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓരോ വീടാന്തരം കയറി ഇറങ്ങി ഇതുപോലുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് പാവപ്പെട്ടവരറിയാത്തവർ. ഇപ്പോൾ ഈ ചേച്ചിക്ക് അത്യാവശ്യം രാഷ്ട്രീയവും അല്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ചേച്ചിക്ക് തുടർന്ന് മറുപടി പറയാൻ പറ്റും. ഇല്ലെങ്കിൽ പാവപ്പെട്ട വല്ല എന്താ പറയുക, നമ്മൾ കൂടുതൽ പിന്നെ പഠിക്കാത്ത അല്ലെങ്കിൽ തൊഴിലൊക്കെ പോയിട്ട് ജീവിക്കുന്ന, കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, പാവപ്പെട്ട അമ്മമാർ ചേച്ചിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? അവര് ഇതൊക്കെ വിശ്വസിക്കും, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പൈസ തരാമെന്ന് പറയും, എന്തെങ്കിലും പൈസ കൊണ്ടു കൊടുക്കും ചെയ്യും. ഇങ്ങനെയാണ് ഈ വോട്ടുകളൊക്കെ ആക്കി തീർക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ എന്താ പറയുക, ഇനിയുള്ള അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ പിന്നെ പ്രശ്നങ്ങളൊക്കെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്തിന് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നു? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാത്തതിനാൽ അതിൽ ആ വോയിസിൽ നിങ്ങൾ ഫുള്ള് കേട്ടത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ആ സ്ത്രീ, ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ചിട്ട് 15 ലക്ഷം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടുവെന്ന്. ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടിയോ? അപ്പൊ BJP-ക്കാരെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം. എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മോളുടെ വീട്ടിൽ കിട്ടിയോ? എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ BJP ഭരണം വന്നത് കൊണ്ടാ, കേന്ദ്രത്തിൽ BJP വരുന്നത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ആയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? അവിടെ ഭരണം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. മോളത്തെ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത്? ഈ രാജ്യത്ത് നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളോ, നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. രാജ്യത്ത് ഭരണം പറയുന്നത് ഈ 3 അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാൻ എന്നും ബംഗ്ലാദേശ് എന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം? 6 മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം? അവര് അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ? അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായതുകൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് മോക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ പിന്നെ അത് തെറ്റല്ലേ? അത് അങ്ങനെയൊക്കെ കാണിക്കുന്നത് മതത്തിന്റെ പേര്. ഇത്രയും 6 വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല, ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിനെ ഇപ്പൊ കീറി മുറിക്കണം. മണിപ്പൂരിൽ എന്താണ്, എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ? പക്ഷെ വോട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം. കേട്ടോ? എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു BJP-ക്കാരനും ജയിക്കില്ല, അല്ലെങ്കിൽ ഒരു BJP ഭരണവും ഇനി ഉണ്ടാവില്ല എന്ന് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു ഭരണം അടുത്തത് നമുക്ക് കിട്ടും. നമ്മളെല്ലാവരും സുരക്ഷിതമായി ഇവിടെ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പിന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എല്ലാവരും ചിന്തിച്ച് വോട്ട് ചെയ്യുക. എല്ലാവരും
ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക. കാരണം നമുക്കും ഇവിടെ ജീവിക്കണം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക. അപ്പോൾ വേറൊരു ചർച്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.